എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വിരിക്കാൻ പോകുന്നത് 6x4 ടൈലാണ്. 15 mm തിക്നെസ് ഉള്ളത്, അതായത് 1200 1800 കജാരിയയുടെ ഫുൾ ബോഡി വെട്രിഫൈഡ് ആണ്. ക്രിസ്റ്റൽ ഗ്ലോസി പോളിഷ്ഡ് ടൈലാണ് കേട്ടോ. അതായത് നമ്മുടെ ഗ്രാനൈറ്റിൻ്റെ ഒക്കെ ലപ്പോത്ര എന്ന് പറയില്ലേ, അതേപോലെ മറ്റേ മാറ്റായിട്ടിരിക്കുന്ന ടൈലാണ്. ഫുൾ ബോഡി വെട്രിഫൈഡ് ആണ്, സെറാമിക് അല്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഷെയർ ചെയ്യരുത്. ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ലൈക്ക്, കമൻറ്റ്, നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും അറിയിക്കുക. അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് 200 രൂപ വില വരുന്ന ടൈലാണ്. 180 രൂപ ഡിസ്കൗണ്ട് സെയിൽ കിട്ടിയിട്ടുണ്ട്. ബ്രാൻഡഡ് ടൈലായതുകൊണ്ട് തന്നെ ചെറിയൊരു പുളവുണ്ടാവും, ടെമ്പറും ഉണ്ടാകും. നമുക്ക് ടൈലിനെ പറ്റി അറിയാവുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കൂടിയ ടൈലുകൾ എപ്പോഴും ടെമ്പർ കൂടുതലുണ്ടാകും. അപ്പോൾ അതിൻ്റെതായ ചെറിയ ബെൻഡുണ്ടാവുമെങ്കിലും ബാക്കിയുള്ള ഫുൾ വിരിച്ചു കഴിയുമ്പോൾ ബെൻഡ് കാണില്ല. മൊത്തത്തിൽ വിരിച്ചു കഴിയുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 5:1 എന്ന രീതിയിൽ പരുക്കനും കൂട്ടിയാണ്. എം സാൻഡാണ് ഉപയോഗിക്കുന്നത്. നല്ലതുപോലെ മിക്സായി ചെറുതായി വെള്ളം തെളിച്ച് എടുക്കുക. ശേഷം വാട്ടർ ലെവൽ കൊടുത്തതിന് ശേഷം 1 ഇഞ്ച്, നമുക്ക് 15 mm തിക്നെസ് ഉള്ളത് കൊണ്ട് തന്നെ 1 ഇഞ്ച് മാക്സിമം പരുക്കൻ്റെ ലെവൽ മതിയാവും. നമ്മളിവിടെ ടൈൽ വിരിക്കാൻ പോകുന്നത് ജോയിൻറ്റ് ഫ്രീ ആയിട്ടാണ്. സ്പേസർ ഇല്ലാതെ ജോയിൻറ്റ് ഫ്രീ ആയിട്ടാണ് വിരിക്കാൻ. നമ്മൾ എത്ര വലിപ്പമുള്ള ടൈല് ഇട്ട് കഴിഞ്ഞാലും ഒരിക്കലും വെയിറ്റ്, അതായത് കട്ടയോ അങ്ങനത്തെ വെയിറ്റുകൾ വെച്ച് ഒരിക്കലും ഒരുപാട് വെയിറ്റ് വെച്ച് നമ്മൾ നിവർത്താനായിട്ടോ മുട്ട് കൊടുത്ത് നിവർത്താനായിട്ടോ ടൈലുകൾ ഒരിക്കലും ശ്രമിക്കരുത്. ചെറിയൊരു ബെൻഡൊക്കെ തീർക്കാനായിട്ട് ചെറിയ വെയിറ്റ് വെച്ചാൽ കുഴപ്പമില്ല. കാരണം നമ്മുടെ കാലാവസ്ഥ വ്യതിയാനം, ചൂടിൻ്റെ പ്രശ്നമുള്ളതൊക്കെ കൊണ്ട് വെയിറ്റുകൾ ഒരിക്കലും അധികമായി കൊടുത്ത് നിവർത്തി വിരിക്കാതിരിക്കുക. ബെൻഡുള്ള ടൈലുകൾ മാറ്റി വെച്ച് കൃത്യമായി വിരിച്ചു പോകാം. നമുക്ക് ആദ്യമായി ചെയ്യേണ്ടത് നല്ല ലെവലായി തന്നെ പരുക്കൻ ഫുൾ ഫില്ലിംഗ് ആയി പരുക്കൻ നിരത്തി പോവുക. ചിലവരത് പരുക്കൻ നിരത്തിയതിന് ശേഷം 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം കഴിഞ്ഞ് പശയിൽ ഒട്ടിക്കാറാണ് പതിവ്. പക്ഷെ നമ്മൾ ഒറ്റയടിക്ക് തന്നെ പശയിൽ വിരിക്കുന്നു. പരുക്കൻ നിരത്തി ശേഷം സാധാരണ ടൈൽ വിരിക്കുന്നത് പോലെ തന്നെ ഗ്രൗട്ട് ഒഴിച്ചതിന് ശേഷം ഒറ്റ സിറ്റിങ്ങിൻ്റെ അത്രയും പവർ ഒരിക്കലും രണ്ടാമത് പരുക്കൻ നിരത്തി 2 ദിവസം നനച്ചു കൊടുത്തു. എന്നിട്ട് അതിൽ പരുക്കൻ്റെ മുകളിൽ പശ തേച്ച് ടൈലിൽ പശ തേച്ച് കഴിയുമ്പോൾ ഒറ്റ പവറും കിട്ടില്ല. കാരണം നമുക്ക് അറിയാം, പണ്ട് കാലങ്ങളിൽ ബാത്റൂമൊക്കെ ആയാലും പരുക്കൻ തേച്ചതിന് ശേഷം ഗ്രൗട്ട് ലൂസായി ടൈലിൽ പുരട്ടിയാണ് ഒട്ടിച്ചിരുന്നത് ചാന്തായിട്ട്. ഇപ്പോഴത്തെ ടൈലുകളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടി കൂടുതൽ. ചെറിയ ടൈലായാലും വലിയ ടൈലായാലും ഏറ്റവും നല്ല സെറ്റിങ്ങിനും ഇതേപോലെ പരുക്കൻ നിരത്തി ശേഷം പശയിൽ വിരിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി മുടക്ക് ലേശം കൂടുതലാവുന്ന മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മളെപ്പോഴും വീടുകൾക്ക് സേഫ്റ്റിയും ഇത് തന്നെയാണ്. മാക്സിമം വെട്രിഫൈഡ് ടൈലുകൾ കൂടുതലും അഡിസീവ്, അതായത് പശ ഉപയോഗിച്ച് തന്നെ വിരിക്കാനായിട്ട് മാക്സിമം വർക്കേഴ്സ് ശ്രമിക്കുക. നമ്മൾ ടൈലൊടിക്കുമ്പോൾ പശയിൽ വിരിക്കുന്നത് ഈർപ്പം നിൽക്കുന്നത് പശയിൽ വിരിക്കുന്നത് കൊണ്ടാണ്. അതായത് പശയിലെ ഈർപ്പം പതുക്കെ, സ്ലോ സെറ്റിംഗ് ആണ്, പതുക്കെ വഴിഞ്ഞു പോവുകയുള്ളൂ. സിമെൻറ്റ് പെട്ടെന്ന് വെള്ളത്തെ വലിച്ചു കളയും. സ്ലോ സെറ്റിംഗ് ആണ് ഏറ്റവും നല്ലത്. ടൈൽ സംബന്ധമായ ഫ്ലോറിങ്ങിൻ്റെ വർക്കുകൾ എന്തിൻ്റെ ആയാലും സംശയങ്ങളോ വല്ലതും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്മുടെ കേരളത്തിൽ എവിടെയും ഉത്തരവാദിത്തത്തോടുകൂടി ഫ്ലോറിംഗ് വർക്കുകൾ ചെയ്തു വരുന്നതായിരിക്കും. നമ്മൾ ഗമ്മിൽ വിരിക്കുന്ന ഫ്ലോറ് 2 ദിവസം കഴിയാതെ ഒരിക്കലും നനച്ചു കൊടുക്കരുത്. നമ്മൾ മാറ്റ് ഫിനിഷ് ടൈൽ എപ്പോൾ വിരിച്ചാലും നല്ലതുപോലെ വിരിച്ച ഉടനെ തന്നെ തുടച്ച് എടുക്കുക. നമ്മൾ വിരിച്ച് പിറ്റേ ദിവസം സൈഡ് ഒട്ടിച്ച് 2 ദിവസത്തിന് ശേഷം മാത്രം നനച്ചു കൊടുക്കുക. അല്ലെങ്കിൽ സിമെന്റിന്റെ പുളിപ്പ് ഒരുപാട് പിടിച്ചിരിക്കും, പിന്നെ ക്ലീൻ ചെയ്യാനൊക്കെ നല്ല ബുദ്ധിമുട്ടാകും. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഏറെക്കുറെ നമ്മുടെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.